പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കൊരു കഥ പറയാം. ഒരിക്കൽ ഒരു കടുവ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണു. കിണറിൽ കുറഞ്ഞ വെള്ളമുള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സ്വയം രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല. അത്രയും ആഴമേറിയ കിണറാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടുവ ഉറക്കെ കരയാൻ തുടങ്ങി. ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ. പക്ഷെ കിണറിൻ്റെ സമീപത്തേക്ക് എത്തിയതാവട്ടെ ഒരു കൂട്ടം മാനുകളാണ്. അവർക്ക് കിണറിലെ കാഴ്ച വളരെ സന്തോഷമുള്ളതായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിലെ ജന്മശത്രുവാണ് കടുവ. കടുവയെ ഇല്ലാതെയാക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് മാനുകൾ ഇതിനെ കണ്ടത്. മാനുകൾ ഒരു പ്ലാൻ തയ്യാറാക്കി കല്ലും മണ്ണും കൊണ്ട് ആ കിണറിലേക്ക് എറിയാൻ തുടങ്ങി. അതിലൂടെ രണ്ട് ഉദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, കടുവയെന്ന അപകടം ഇല്ലാതെയാക്കുക. രണ്ട്, അപകടം പിടിച്ച ഈ കിണർ ഇല്ലാതെയാക്കുക. ഈ അപകടം തിരിച്ചറിഞ്ഞ കടുവ മാനുകളോട് കേണപേക്ഷിച്ചു, എന്നെയൊന്ന് രക്ഷപ്പെടുത്തേ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. ഇനി ഒരു മാനിനെ കണ്ടാൽ ഞാൻ ഉപദ്രവിക്കില്ല, കരഞ്ഞു പറഞ്ഞു നോക്കി. പക്ഷേ മാനുകൾ അതൊന്നും ചെവി കൊണ്ടില്ല. അവർ അവരുടെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു. കടുവയുടെ കരച്ചിലിൻ്റെ ശബ്ദം നേർത്ത് ഇല്ലാതെയായി. മാനുകൾക്ക് സന്തോഷമായി കടുവ ചത്തു എന്നുള്ളത്. ഇനി രണ്ടാമത്തത് ഈ കിണർ മൂടുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും കല്ലും മണ്ണിങ്ങനെ നിറക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാനുകൾ അത്ഭുതപ്പെട്ട് നോക്കി നിന്നു. കാരണം എന്താണെന്നറിയോ? താഴേക്ക് വീണ ഓരോ കല്ലും മണ്ണും ചവിട്ടി ആ മണ്ണ് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് കടുവയും മുകളിലേക്ക് വന്നിരിക്കുന്നു. അപകടം തിരിച്ചറിഞ്ഞ മാനുകൾ അതിവേഗത്തിൽ ആ കിണറിൻ്റെ സമീപത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. 1, കരഞ്ഞ് അപേക്ഷിക്കുകയല്ല വേണ്ടത്, പ്രവർത്തിക്കുകയാണ് വേണ്ടത്. 2, അവസരങ്ങളും നമ്മെ തേടി വരില്ല, പ്രതിസന്ധികൾ കടന്നു വരാം. ആ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുകയാണ് വേണ്ടത്. 3, സഹായത്തിന് വേണ്ടി കേണ് അപേക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സ്വന്തം കഴിവിലും പ്രകൃതിയിൽ നിന്നുള്ള അത്ഭുത ശക്തിയിലും നാം വിശ്വസിക്കണം. കാരണം പ്രതീക്ഷയുടെ ഒരു രക്ഷാകവചം നമ്മെ തേടി വരും. ഇനി അടുത്ത കഥയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക്